തിരുവനന്തപുരത്ത് കാറിടിച്ച് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റ കേസിൽ നടൻ മണിയൻപിള്ള രാജുവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. അമിത വേഗതയിലെത്തിയ ബൈക്ക് മണിയൻപിള്ള രാജുവിന്റെ കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ നിർത്താതെ പോയത് പെട്ടെന്ന് പാനിക്കായതിനാലാണെന്നും ക്യാൻസർ രോഗിയായതിനാൽ 2 വർഷമായി മദ്യപിച്ചിട്ടില്ലെന്നും മണിയൻപിള്ള രാജു ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് സത്യം തെളിഞ്ഞെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിയോടെ വഴുതക്കാട്ടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്കിറങ്ങവെയാണ് മണിയൻപിള്ള രാജുവിന്റെ കാർ അപകടത്തിൽപ്പെട്ടത്. കാറിലേക്ക് ഇടിച്ചു കയറിയ ബൈക്കിലെ യാത്രക്കാർ തെറിച്ചു വീണ് സാരമായി പരിക്കേറ്റു. നിർത്താതെ പോയ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. വാഹനത്തിന്റെ ഉടമയുടെ പേര് സുധീർ കുമാർ രാജു എന്നാണെന്ന് കണ്ടെത്തിയതോടെയാണ് പോലീസ് മണിയൻപിള്ള രാജുവിലേക്ക് എത്തുന്നത്. രാത്രി തന്നെ നടന്റെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു. ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. രാവിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിയ മണിയൻപിള്ള രാജു നടന്ന സംഭവം പോലീസിനോട് വിശദീകരിച്ചു. മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടില്ലെന്നും അപകടമുണ്ടായപ്പോൾ പെട്ടെന്ന് പാനിക് ആയതിനാലാണ് വാഹനം നിർത്താതെ പോയതെന്നും മണിയൻപിള്ള രാജു പ്രതികരിച്ചു. ഞാൻ ക്രോസ് ചെയ്ത് എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡന്റ് ആണ് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു, ഒരു ആക്സിഡന്റ് നടത്തിട്ടോ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറിഞ്ഞു, എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് വയ്യ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. ഇപ്പം ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ട, കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അങ്ങനെ വയ്യാതെ നിൽക്കുന്നതാണ്, വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ള, അതുകൊണ്ട് പോയതാണ്. അത് എന്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് അശ്രദ്ധമായി വാഹനം ഓടിച്ചതടക്കം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത പോലീസ് മണിയൻപിള്ള രാജുവിനെ അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ക്യാൻസർ രോഗബാധിതനായ ശേഷം 2 വർഷം താൻ മദ്യപിച്ചിട്ടില്ലെന്ന് മണിയൻപിള്ള രാജു ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. എല്ലാവർക്കും അറിയാം, ഞാൻ കഴിക്കുന്ന ആളായിരുന്നു. 2024 ഈ അസുഖം വന്നതിന് ശേഷം ഞാൻ കഴിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ നിന്ന് സത്യം തെളിഞ്ഞെന്നും മണിയൻപിള്ള പറഞ്ഞു. എന്തായാലും സത്യം ഒരു നാൾ തെളിയെന്ന് പറഞ്ഞാൽ ഈ വിഷ്വൽ ഗവൺമെന്റ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് വെച്ചുകൊണ്ട് എത്ര നിരപരാധികളാണ് രക്ഷപ്പെടുന്നത്. കേസും കാര്യങ്ങളും പോലീസൊക്കെ ചെയ്ത് കറക്റ്റ് പ്രൊസീജിയറാണ്. സിനിമാ നടൻ എന്ന് പറഞ്ഞുള്ള കൺസിഡറേഷൻ ഒന്നുമില്ല. തിരുവനന്തപുരം സ്വദേശികളായ നിവേദിത് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇരുവർക്കും ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്ലബ്ബിൽ നിന്ന് വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കാർ മെല്ലെ മണിയൻപിള്ള രാജു പുറത്തേക്കെടുക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.